അസ്സലാമു അലൈക്കും. സ്റ്റഡി 5 5ാം ക്ലാസ്സിലെ അഖീദ റിവിഷനാണ്. ചാപ്റ്റർ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ് നീന്തിക്കൊണ്ടിരിക്കുന്നു. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു അപകടത്തിലും പെടാത്തത് എന്തുകൊണ്ട്? അല്ലാഹു തആലയുടെ നിയന്ത്രണം കൊണ്ടാണ്. നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ലാതെ ഡാഷ് സംവിധാനിക്കുന്നത് അല്ലാഹുവാണ്. ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നത് അല്ലാഹുവാണ്. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനെ ഡാഷ് അല്ലാഹുവാണ്. കൃത്യമായ ദൂരത്ത് സംവിധാനിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഇതിൻ്റെ അർത്ഥം എന്താണ്? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യും. അർത്ഥം ഒന്നുകൂടി നോക്കുക. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഡാഷ് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു എന്തിന്? അല്ലാഹു സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. തൗഹീദ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഏകദൈവ വിശ്വാസം. ഇബാദത്ത് എന്നാൽ എന്താണ്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഷിർക്ക് എന്നാൽ എന്ത്? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഉണ്ടെന്ന വിശ്വാസം അല്ലേ? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇത് പഠിച്ചു വെക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിശ്ചയം ഷിർക്ക് വലിയ പാപമാണ്, പാവം തന്നെയാണ്. നിശ്ചയം ഷിർക്ക് വലിയ പാവം തന്നെയാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പുരുഷന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? ഒരു ദുആ പറഞ്ഞു കൊടുത്തു. ആരാണ് മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് മുർസലുകൾ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് മുർസലുകൾ. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾ ആണ് മുഅ്ജിസത്ത്. ഇത് ആരുടെ മുഅ്ജിസത്താണ്? തീ ചൂടിനെ തണുപ്പാക്കി നൽകി. ആരുടെ മുഅ്ജിസത്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്.
ഇതാരുടെ മോചിതത്ത്? വടി പാമ്പാക്കി മാറ്റുക. മൂസാ നബി അലൈഹിസ്സലാം. ഇത് ആരുടെ മോചിതത്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുക. ഈസാ നബി അലൈഹിസ്സലാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്ത് ഏതൊക്കെയാണ്? ഇസ്രാ മിഅ്റാജ്, ചന്ദ്രൻ പിളർന്ന സംഭവം, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ സംസാരിച്ചത്, മരങ്ങൾ സംസാരിച്ചത്, കല്ലുകൾ സംസാരിച്ചത്. എല്ലാം ഓർമ്മ വേണം. ഒന്നുകൂടി നമുക്ക് പറയാം. ഇസ്രാ മിഅ്റാജ്, ചന്ദ്രൻ പിളർന്ന സംഭവം, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ സംസാരിച്ചത്, മരങ്ങൾ സംസാരിച്ചത്, കല്ലുകൾ സംസാരിച്ചത്. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോചിതത്ത് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാരുടെ മോചിതത്ത് മരണശേഷവും ഡാഷ് നിലനിൽക്കുന്നതാണ്. ആരാണ് ഔലിയാക്കൾ? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ. ആരാണ് ഔലിയാക്കൾ? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ. കറാമത്ത് എന്നാൽ എന്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഡാഷ് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുമോ? ജീവിതകാലത്ത് എന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. മരണാനന്തരം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ശരിക്കും പഠിക്കണം ഇത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അറിയണം, നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടായിരിക്കുന്നതല്ല. അറിയണം, നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടായിരിക്കുന്നതല്ല. നൈൽ നദിയിലിടാൻ കത്ത് നൽകിയത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. മൻ ആദാലി വലിയൻ ഡാഷ് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. ഒന്നുകൂടി പറയാം. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്താണ് ഇതിൻ്റെ അർത്ഥം? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചത് ആരെയാണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. ഈജിപ്ത് കീഴടക്കിയത് ആരാണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൽകണം. ആർക്ക്?
നൈൽ നദിക്ക്. നൈൽ നദിക്ക് കത്തെഴുതിയത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. നീ നിന്റെ ഇഷ്ടമനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. ഇത് പറഞ്ഞത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത് ആരോടാണ്? നൈൽ നദിയോട്. ഒഴുക്കുനിന്ന നൈൽ നദിക്ക് കത്തെഴുതി ഒഴുകാൻ ആവശ്യപ്പെട്ടത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കറാമത്ത്, ഒഴുക്കുനിന്ന നൈൽ നദിയോട് കത്തെഴുതി ഒഴുകാൻ ആവശ്യപ്പെട്ടു. അത് കാരണം അത് ഒഴുകുകയും ചെയ്തു. Thank you for watching. Have a nice day.